മഴക്കാലം വന്നതോടുകൂടെ തന്നെ ഈ പനികളുടെ എണ്ണവും വളരെ കൂടി വരികയാണ്. പ്രത്യേകിച്ച് ആശുപത്രിയിലും അതേപോലെ തന്നെ ICUവിലൊക്കെ ഈ പനിയായി പ്രവേശിപ്പിക്കപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം അവസാനത്തെ ഒരു 2 ആഴ്ചയായിട്ട് വളരെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. പല ആശുപത്രികളിലും ICUകളിലും ഒന്നും ബെഡ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇതിലിപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിലെ ഏറ്റവും അധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു പനിയാണ് ഡെങ്കിപ്പനി. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു കൊതുക് ജന്യ രോഗമാണ്. കൊതുക് കടിയിലൂടെയാണ് ഈ രോഗാണു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഏഡസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് ഈ രോഗം പരത്തുന്നത്. ഈ രോഗാണു ഈ വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ കൊതുക് കടിയിലൂടെ ഏകദേശം 2 മുതൽ 7 ദിവസം വരെ സമയമെടുത്തിട്ടാണ് ഈ രോഗി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. ആ സമയത്തെയാണ് നമ്മൾ സാധാരണ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച ശേഷം രോഗലക്ഷണം കാണിക്കാനുള്ള സമയത്തെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ രോഗലക്ഷണങ്ങൾ സാധാരണ എല്ലാ വൈറൽ പനി പോലെ തന്നെ ഈ പനി, ശക്തമായ ദേഹത്ത് വേദന, കണ്ണിൻ്റെ വേദന, തലവേദന, ഇതാണ് ഡെങ്കിപ്പനിയിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ. എന്നാൽ ഈ ഒരു പ്രാവശ്യം നമ്മൾ കേസുകൾ നോക്കുമ്പോൾ അതിനകത്തുനിന്ന് വ്യത്യാസം കാണുന്നത് സാധാരണ ഈ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഡെങ്കിപ്പനിയിൽ കുറവാണ് കാണാറ്. ഈ പ്രാവശ്യം പക്ഷേ ഈ ചുമ ഈ ഡെങ്കിപ്പനിയുടെ കൂടെ തന്നെ ലക്ഷണമായി ചിലർ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വയറിളക്കം അതും ചില രോഗികൾ കാണുന്നുണ്ട്. എന്നാലും പ്രധാനമായി ശക്തമായ പനി, തലവേദന, കണ്ണിനുള്ള വേദന, ഈ ദേഹത്ത് വേദന, ഇതാണ് ഡെങ്കിപ്പനിയുടെ കോമൺ ആയിട്ട് കാണുന്ന രോഗലക്ഷണങ്ങൾ. സാധാരണ രീതിയിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മുതൽ 5 ദിവസം വരെയാണ് ഈ രോഗലക്ഷണങ്ങൾ നിലനിൽക്കുക. ഞാനങ്ങനെ പറയാൻ കാരണം സാധാരണ പനിയുമായിട്ട് ഡെങ്കിപ്പനിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇത് വൈറസ് അണുബാധ ആയതുകൊണ്ട് തന്നെ ഈ പനി സാധാരണ രീതിയിൽ ഒരു 4 മുതൽ 5 ദിവസം ആകുമ്പോഴേക്കും മാറും. ഈ പനി വരുന്ന ഫേസിനെയാണ് നമ്മൾ ആദ്യം ഈ ഫെബ്രൈൽ ഫേസ് അല്ലെങ്കിൽ വൈറീമിക് ഫേസ് എന്ന് പറയുക. ഈ സമയത്താണ് ശരീരത്തിൽ വൈറസിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണാം. അതിനുശേഷം പനി മാറിക്കഴിഞ്ഞ ശേഷമാണ് രോഗി ഈ മറ്റ് കോംപ്ലിക്കേഷനിലേക്കും ഗുരുതരാവസ്ഥയിലേക്കും പോകുന്നത്. സാധാരണ മറ്റെല്ലാ പനികളിലും പനി വിടുന്നതോടുകൂടെ രോഗം മാറുകയാണ് ചെയ്യുക. എന്നാൽ ഡെങ്കിപ്പനിയുടെ കാര്യത്തിൽ പനി വിടുന്നതോടുകൂടിയാണ് രോഗി കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നത്. അതിനെ ക്രിട്ടിക്കൽ ഫേസ് എന്ന് പറയും. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ഈ പ്ലേറ്ററ്റിൻ്റെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയുക. സാധാരണ രീതിയിൽ പ്ലേറ്ററ്റിൻ്റെ അളവ് ഒരു 1.5 ലക്ഷം മുതൽ 2-2.5 ലക്ഷം വരെ ആണെങ്കിൽ ഇതിനകത്ത് പ്ലേറ്ററ്റിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരാം. ദേഹത്തൊക്കെ അതേപോലെ ചുവന്ന രീതിയിലുള്ള റാഷസ് വരാം. ഈ സാധാരണ രീതിയിൽ പ്ലേറ്ററ്റ് കുറഞ്ഞിട്ടാണ് റാഷസ് വരാം. പ്ലേറ്ററ്റ് നോർമലായി നിൽക്കുന്ന ആൾക്കാരിലും ദേഹത്ത് റാഷസ് വരാം. അതോ ഈ പ്രാവശ്യം കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ BP വളരെ കുറഞ്ഞു പോവുക, വയറിനകത്തേക്ക് ശക്തമായ വേദന വരിക, മറ്റു ഭാഗങ്ങൾ പ്ലേറ്ററ്റ് കുറയുമ്പോൾ ബ്ലീഡിങ് വരിക, പിന്നെ നമ്മുടെ ശരീരത്തിൽ നീര് വരിക, പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങളിലൊക്കെ ഈ പല ഭാഗത്തും നീർക്കെട്ട് വരിക. നമ്മളതിനെ പോളിസീറോസൈറ്റിസ് എന്ന് പറയും. ലങ്സിൻ്റെ ഉള്ളിൽ, ഹാർട്ടിന് ചുറ്റും, ഈ വയറിനകത്തേക്കൊക്കെ നീർക്കെട്ട് വരിക. ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഈ കോംപ്ലിക്കേഷൻ ഫേസിലേക്ക് വരിക. അതിൻ്റെ കൂടെ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ ലിവറിൻ്റെ പ്രവർത്തനം ഈ സീരിയസ് ആയ അവസ്ഥയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഗണ്യമായ തകരാറ് ഈ കരളിൻ്റെ പ്രവർത്തനത്തിന് വരിക. അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഡെങ്കി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു മഞ്ഞപ്പിത്തം പോലെ തുടങ്ങി അത് പിന്നീട് ലിവറിൻ്റെ തന്നെ പ്രവർത്തനം മോശമാക്കുന്ന രീതിയിലേക്ക് പോവുക. ഇതാണ് പലപ്പോഴും ഈ മരണത്തിന് ഒരു പ്രധാന കാരണം. അതേപോലെ തന്നെ ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന് പറയും. ഈ BP വളരെ കുറഞ്ഞു പോയി മറ്റ് അവയവങ്ങളിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പോവുക. ഇത് രണ്ടുമാണ് സാധാരണ രീതിയിൽ മരണ കാരണങ്ങളാവുന്നത്.